ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിനി ദ ഹോം ഷെഫ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ വിഭവങ്ങൾ വെച്ചിട്ടൊരു ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള മത്തൻ വെച്ചിട്ടും ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തേയിലാണ്. കറിച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ടതിന് ശേഷം അത് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിലൂടെ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. അതിനുശേഷം ചെറിയുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം വെട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റോളം വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. പാവയ്ക്കയുടെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പുളിവെള്ളത്തിൽ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്ത തേങ്ങ, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൽ പുളിവെള്ളം ചേർത്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. 5-10 മിനിറ്റോളം വഴറ്റിയെടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പുളിയെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്താൽ മതിയാകും. ഞാനൊരു കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇനി അത് വെന്ത് കിട്ടുക. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാരലിൽ തന്നെയാണ് ഞാൻ തോരനും മെഴുക്ക് പുരട്ടിയും എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. തീയിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് തോരനുള്ള പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ മത്തനും ക്യാബേജും വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു. സവാളയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. സവാളയും ചേർത്ത് മത്തൻ ഇട്ട് കൊടുക്കുകയാണ്. മത്തൻ കുറച്ച് ആയതിന് ശേഷം ഇതിലോട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തനും ചേരുമ്പോഴത്തേക്കും ഒരു സ്വീറ്റ്നെസ്സാണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവ്, പുളി അങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ മത്തൻ്റെ തോരനും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരപ്പിലോട്ട് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, ജീരകം, ഇത്രയും ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് തോരൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഴുക്ക് പുരട്ടിയാണ്. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ കടുകൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ്ലി നമ്മൾ ഇതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതാക്കിയാണ് ഇവിടെ പൊട്ടറ്റോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും. ഇതിൽ വളരെ മിനിമലായിട്ടാണ് മസാലാസ് ചേർക്കുന്നത്. ആകെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ ഇത് 4 ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ അടിപൊളി ഒരു ഡിഷായി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ടൈം കൺസ്യൂമിങ് അല്ല. ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റാണ്. ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിലേ ഇതൊരു കംപ്ലീഷൻ വരത്തുള്ളൂ നാടൻ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാണ്. ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ നാടൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇലയിലാണ് ഇന്ന് ഫുഡ് ഞാൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതൊക്കെ കണ്ടോളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്